ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഫക്കീർ ഖാൻ കോളനി, അതോടൊപ്പം തന്നെ വസീം ലേഔട്ട് എന്ന് പറയുന്ന, കോഗിലോ ലേഔട്ട് എന്ന് പറയുന്ന ബാംഗ്ലൂരിലെ ബുൾഡോസർ രാജ് നടന്ന സ്ഥലത്താണ്. നിങ്ങൾക്കിതിന്റെ പിറകിൽ കാണാം. നമ്മളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞതിൽ നിന്നും എത്രയോ ഭയാനകമായ കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. നിങ്ങൾ നോക്കൂ, ഇവിടെ ചുറ്റിലും കിടക്കുന്നത് 180 വീടുകളുടെ ബുൾഡോസർ കയറിയിറങ്ങിയ അവശിഷ്ടങ്ങളാണ്. 180 വീടുകൾ അതിരാവിലെ, വളരെ പുലർച്ചെ, സ്ത്രീകൾ, ഗർഭിണികൾ, കുഞ്ഞുങ്ങൾ ഒക്കെയായി കിടന്നുറങ്ങിയിരുന്ന മനുഷ്യർ ഈ ചെറിയ ചെറിയ വീടുകൾക്കുള്ളിൽ. അവരെ തേടിയാണ് കോൺഗ്രസ് സർക്കാരിന്റെ ബുൾഡോസറുകൾ എത്തിയത്. 1000 പേരാണ് ഇതിലൂടെ കുടിയിറക്കപ്പെട്ടത്. 1000 പേർ. സംഘപരിവാർ ഗവൺമെന്റ് ഇന്ത്യയിൽ എല്ലായിടത്തും ബുൾഡോസർ നടത്തിയത് മുസ്ലിംസ്, ദളിത്സുമാണ് വിക്ടിംസ്. ഇവിടെ മുഴുവൻ പേരുടെ കയ്യിലും ആധാർ കാർഡുണ്ട്, വോട്ടർ പട്ടികയിൽ ഇവർ അംഗങ്ങളാണ്, വോട്ടർ ID കാർഡുണ്ട്, ഈ പാവങ്ങളുടെ കയ്യിൽ റേഷൻ കാർഡുണ്ട്. എന്നിട്ടാണ് ഇവരെല്ലാം ഇന്ത്യൻ സിറ്റിസൺസ് ആണ്, ഇന്ത്യൻ പൗരന്മാരാണ്. ഇവരെ എന്തിനാണ് ഈ ബുൾഡോസർ കയറ്റി ഇടിച്ചു നടത്തിയത്? ആർട്ടിക്കിൾ 21 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്. റൈറ്റ് ടു ലൈഫ്, ഡിഗ്നിഫൈഡ് ലൈഫ് എന്ന് പറയുന്നത് അവരുടെ ഭരണഘടനാപരമായ അവകാശമാണ്. കോൺഗ്രസ് സർക്കാർ ബുൾഡോസർ കയറ്റി ഇല്ലാതാക്കിയത് അവരുടെ ജീവിതത്തെയാണ്, അവരുടെ ഭരണഘടനാപരമായ അവകാശത്തെയാണ്.